എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു മോമോസ് ആണ് ഉണ്ടാക്കാനുള്ള പ്ലാന്. അപ്പം മോമോസ് എന്ന് പറയുമ്പോൾ പണ്ട് ഇത് മൈദ വെച്ചിട്ടാണ് തോന്നുന്നു ശരിക്കും അവരുണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഗോതമ്പൊക്കെ വെച്ചിട്ട് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അതിലും കുറച്ചുകൂടെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് മോമോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. അപ്പം മഷ്റൂം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഷ്റൂമിന് പകരം ഇപ്പം നോൺ വെജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിക്കനൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ മഷ്റൂമാണ് എടുത്തത്. നിങ്ങൾക്ക് യുവർ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും എടുക്കാം. സോയ ചങ്ക്സ് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ അണിയൻ വേണം, ക്യാപ്സിക്കം, പിന്നെന്താ ഗാർലിക്, ഗ്രീൻ ചില്ലി, പിന്നെ മല്ലിയില, ക്യാബേജാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. അപ്പം ഞാനത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ക്യാബേജിൻ്റെ ഇതെടുത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്യണം. അപ്പോൾ ഈ ക്യാബേജ് ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നു, ഇതേപോലെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായി വേവിക്കുക. അത് മറ്റേ എന്താ പറയുക, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം ഉപ്പും മഞ്ഞപ്പൊടിയും. എണ്ണ വെച്ച് ചൂടാകുമ്പം പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അണിയൻസ് ഇടാം. അപ്പോൾ മല്ലിയിലും ക്യാപ്സിക്കം ഒക്കെ ഇട്ട് അതുകൂടെ ഒന്ന് ആക്കിയിട്ട് സോട്ട് ചെയ്തിട്ട് നമുക്ക് മഷ്റൂം ഇടാം. നല്ല വെജിറ്റബിൾസ് ഓഫ് യുവർ ചോയ്സ് ആണ് കേട്ടോ. ഞാനിവിടെ ഈ ഐറ്റംസ് ഒക്കെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഷ്റൂം ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. പൊടികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീറ്റ് മസാലയും കൂടെ കുറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. വേറെ എന്താ, മീറ്റ് മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം കുരുമുളക് പൊടി താല്പര്യമുള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ഇടണോ വേണ്ടെന്നൊരു സംശയത്തിലിരിക്കുക. എന്തായാലും ശകലം ഇട്ടേക്കാം. ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഹെൽത്തി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ സോസുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു നിർവൃതിക്ക് വേണ്ടി ഈ 3 സോസുകൾ കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോഴത്തേനും നമ്മുടെ ക്യാബേജ് ലീവ്സ് ഒക്കെ ഇവിടെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാബേജ് ലീവ്സ് ഇത് ഇപ്പടി ഇരിക്കണം കേട്ടോ, പിന്നെ വെന്ത് നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇതുപോലെ ഒരു ഇത് ഇങ്ങനെ പാക്കറ്റ് ചെയ്യുക, ഇങ്ങനെ പാക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇതൊന്ന് വേവിച്ചെടുക്കും. അതാണ് നമ്മുടെ മോമോസ്. അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മൾ ആപ്പിൾ ജ്യൂസ് അടിക്കുമ്പം വേവിച്ച ഏത്തപ്പഴം കൂടി ഇട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗേഴ്സ് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നല്ല പാകത്തിനുള്ള മധുരം ആപ്പിൾ ജ്യൂസിന് കിട്ടുകയും അതിൻ്റെ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇന്ന് മോമോസും പിന്നെ എന്താണ് ആപ്പിൾ ജ്യൂസും ആണ്. ഞാൻ ആ ഫ്രൂട്ടിയുടെ കുപ്പിയിലെ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. നന്ദി, നമസ്കാരം.